ഹായ് ഫ്രണ്ട്സ്, ബോനി അനലിറ്റിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടേബിൾ കാൽക്കുലേഷനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എന്താക്കിയിട്ടുണ്ട്, എൻ്റെ ടാബ്ലൂൻ്റെ ഇൻ്റർഫേസ് ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ ഡാറ്റ ഞാൻ ലോഡ് ചെയ്തും വെച്ചിട്ടുണ്ട്. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആദ്യം നിങ്ങൾക്ക് ഇവിടെ ടേബിൾ കാൽക്കുലേഷൻ ഇവിടെ കണ്ടോ, നിങ്ങൾ ഈ ഓർഡേഴ്സിൻ്റെ അടിയിൽ റൈറ്റിലൊരു ആരോ, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ക്രിയേറ്റ് കാൽക്കുലേറ്റർ ഫീഡ് എന്ന് കിട്ടും. ഓക്കെ, ദെൻ ഫസ്റ്റത്തെ ക്രിയേറ്റ് കാൽക്കുലേറ്റർ ഫീഡ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേപോലെ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ കാൽക്കുലേഷൻ 1 എന്നുള്ള ഇതിന് ഞാൻ എന്താക്കുന്നു, പ്രോഫിറ്റബിൾ ഓർഡേഴ്സ് എന്ന് കൊടുക്കുന്നു. ഇതിൻ്റെ നെയിം പ്രോഫിറ്റബിൾ ഓർഡേഴ്സ് കൊടുക്കുന്നു. ഓക്കെ, എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഒരു ഇക്വേഷൻ നമ്മൾ എഴുതണം. സിമ്പിൾ ഇക്വേഷനാണ്. ഇഫ് എന്താണ് ഓർഡേഴ്സ്, ഇഫ് സം ഓഫ് സെയിൽസ് ഇസ് ഈക്വൽ ടു സെയിൽസ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിലല്ലേ പ്രോഫിറ്റ് ആവുള്ളൂ. സെയിൽസ് കിട്ടിയത് നെഗറ്റീവ് ആണെങ്കിൽ ലോസ് അല്ലേ. അപ്പോൾ ഇഫ് സെയിൽസ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ എന്താക്കുക, എന്താണ് എന്ന് മെൻഷൻ ചെയ്യേണ്ടത്, അത് ഇവിടെ ഇതാ പ്രോഫിറ്റബിൾ ഓക്കെ, ഡബിൾ കോട്ട് ക്ലോസ് ചെയ്യുക. ദെൻ ഇഫ് സെയിൽസ് ഗ്രേറ്റർ ദാൻ 0, എന്നിട്ട് ഈ തന്നെ ഇവിടെയാണ് കൊടുക്കേണ്ടത് കേട്ടോ, പ്രോഫിറ്റബിൾ. അല്ലെങ്കിലോ എൽസ് എന്താണ് നോൺ പ്രോഫിറ്റബിൾ. ഓക്കെ, ഇനി ഇതാണ് നമ്മൾ ഇത് എൽസ് കൊടുക്കുക. അപ്പോൾ ഇതിവിടെ കാൽക്കുലേഷൻ വാല്യൂ ഓക്കെയാണ്. അപ്പോൾ അപ്ലൈ കൊടുക്കുക, ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇവിടെ പ്രോഫിറ്റബിൾ ഓർഡേഴ്സ് എന്ന്, പിന്നെ ഈ റൈറ്റ് സൈഡിൽ ടേബിൾ എന്നുള്ളത് ടേബിൾ കാൽക്കുലേഷൻ ആണ്. പ്രോഫിറ്റബിൾ ഓർഡേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാം. ഇത് നമ്മൾ വന്നിട്ടുണ്ടോ എന്ന് അറിയണമെങ്കിൽ നമ്മൾ എന്താക്കുക, ഇവിടെ ഡാറ്റ സോഴ്സ് കണ്ടില്ല, അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് റൈറ്റിലേക്ക് അങ്ങനെ മൂവ് ചെയ്ത് നോക്കിയാൽ മതി. കണ്ടോ, ഇവിടെ കണ്ടോ പ്രോഫിറ്റബിൾ ഓർഡേഴ്സ്. ഇവിടെ ഒരു പുതിയൊരു കോളം ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സെയിൽസ്, നമ്മൾ സെയിൽസ് അല്ല കൊടുത്ത്, സെയിൽസ് 731 ഉള്ളതിന് നിങ്ങൾ റൈറ്റ് നോക്കി പ്രോഫിറ്റബിൾ ആണ്. ഏതെങ്കിലും നോൺ പ്രോഫിറ്റബിൾ ഉണ്ടെങ്കിൽ നമുക്ക് നോക്കിയാൽ മതി. ഇത് കാണുന്നില്ല, ഉണ്ടാവും ഡാറ്റേഴ്സിൽ, കുറേ ഡാറ്റ ഉള്ളതല്ലേ. എവിടെയെങ്കിലും നോൺ പ്രോഫിറ്റബിൾ ഉണ്ടാവും, മീൻസ് നെഗറ്റീവ് വാല്യൂ വരുന്നത് നോൺ പ്രോഫിറ്റബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഈ ടേബിളിൽ ഒരു പുതിയൊരു കോളം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, വീണ്ടും നമ്മൾ ഷീറ്റിലേക്ക് പോകും. ഷീറ്റ് 9ലേക്ക്, ഇവിടെ ഷീറ്റ് 9 ആണ്, അതുകൊണ്ട് ഷീറ്റ് 9ലേക്ക് പോകും. എന്നിട്ട് ഇവിടെ നമ്മൾ ഈ പ്രോഫിറ്റബിൾ ഓർഡേഴ്സ് എന്നുള്ളതിന് ഇത് വലിച്ച് നമ്മൾ ഇതിലേക്ക് ഇടും, റോസിലിടും. ഓക്കെ, ദെൻ ഈ മെഷേഴ്സിൽ എന്തുണ്ട്, ഓർഡർ കൗണ്ട് ഉണ്ട്. ഓർഡർ കൗണ്ട് ഇട്ട് കോളത്തിലിടും. തിരിച്ചു നോക്കാം. ഇതിലെല്ലാം പ്രോഫിറ്റബിൾ ഓർഡേഴ്സ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ് പ്രോഫിറ്റബിൾ. നോൺ പ്രോഫിറ്റബിൾ ഒന്നും കാണുന്നില്ല. ഓക്കെ, അതുകൊണ്ട് അത് വന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇതിൽ അത് ഒറ്റ മിനിറ്റ് ഒന്നുകൂടി നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെ നിങ്ങൾ പ്രോഫിറ്റബിൾ ഓർഡേഴ്സ്, അത് ഞാൻ റോസിലിട്ടു. ദെൻ ഓർഡർ കൗണ്ട് ഞാനെടുത്ത് റോളിടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. നോൺ പ്രോഫിറ്റബിൾ ഓർഡർ ആയത് എത്ര നമ്പർ ഉണ്ട്, 1936 നമ്പർ ഉണ്ട്. പ്രോഫിറ്റബിൾ ഓർഡർ 8058 ഉണ്ട്. ഓക്കെ, ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു.
ഇനി അതൊന്ന് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ പ്രോഫിറ്റബിൾ എന്നുള്ളതിൻ്റെ അടിയിൽ ഈ ആരോ ക്ലിക്ക് ചെയ്യുക, എഡിറ്റ് കൊടുക്കുക. ഓക്കെ, നമ്മൾ സം ഓഫ് സെയിലാണ് കൊടുക്കുക അല്ലേ. അതാണ് ഈ ഇതിന് പ്രശ്നം വന്നത്. ഇതിൻ്റെ ഒന്ന് എഡിറ്റ് ചെയ്ത് നോക്കാം. സം ഓഫ് സെയിൽ. ഓക്കെ, അപ്പോൾ ഇത് മാറ്റിയിട്ട് പ്രോഫിറ്റബിൾ എന്നാക്കി. നേരത്തെ അവിടെ എറർ വരാൻ കാരണം ഇതാണ്, പ്രോഫിറ്റ് ഗ്രേറ്റർ ദാൻ 0 ദെൻ പ്രോഫിറ്റബിൾ എൽസ് നോട്ട് പ്രോഫിറ്റബിൾ. കറക്റ്റ് അല്ലേ? അത് എറർ വന്നുകൊണ്ട് നമുക്ക് രണ്ടും പഠിക്കാനായി. നമ്മൾ ഇതിൽ തെറ്റിപ്പോകരുത്. ഞാനത് മാറിപ്പോയത്. ഇനി ഇവിടെ നമ്മൾ ക്വാണ്ടിറ്റി ഗ്രേറ്റർ ദാൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വേണമെങ്കിൽ ഡിസ്കൗണ്ടിനാണെങ്കിൽ ഡിസ്കൗണ്ട് ചെയ്താൽ മതി. ഈ മെഷേഴ്സ് വാല്യൂ ഏത് നമുക്ക് കൂടെ കൊടുക്കാം കേട്ടോ. മനസ്സിലായെന്ന് വിചാരിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു ടേബിൾ കാൽക്കുലേഷൻ്റെ ഒരു മോഡൽ. ഇനി ആവറേജ് കോസ്റ്റ് നമുക്ക് കാണാം. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പുതിയൊരു ഷീറ്റ് എടുക്കുക. ദെൻ നേരത്തെ പോലെ തന്നെ എന്താക്കുക, ഈ ആരോയിൽ ക്ലിക്ക് ചെയ്യുക. ആരോയിൽ ക്ലിക്ക് ചെയ്ത് ക്രിയേറ്റ് കാൽക്കുലേറ്റർ ഫീഡ് എടുക്കുക. ദെൻ ആവറേജ് കോസ്റ്റ് ഫോർ ഈച്ച് ഓർഡേഴ്സ്. ഇതിൻ്റെ നെയിം AVG കോസ്റ്റ് ഫോർ ഈച്ച് ഓർഡർ. ദെൻ ഞാൻ എന്താക്കുന്നത്, സം ഓഫ് സെയിൽ മൈനസ് ആവറേജ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ സെയിൽസ് മൈനസ് പ്രോഫിറ്റ് അല്ലേ. സെയിൽസിന് പ്രോഫിറ്റ് കുറച്ചാൽ കോസ്റ്റ് കിട്ടും. ഓക്കെ, സെയിൽസ് മൈനസ് പ്രോഫിറ്റ്. ഓക്കെ, ദെൻ അപ്ലൈ ഓക്കെ കൊടുക്കാം. ദെൻ അവിടെ വന്നിട്ട് ആവറേജ് കോസ്റ്റ് ഫോർ ഈച്ച് ഓർഡർ ഇതിനെ ഇതിലേക്ക് ഇടുക. ദെൻ ആവറേജ് കോസ്റ്റ് കിട്ടണം. അതിന് മെഷർ എടുക്കുക. ഇത് ക്ലിക്ക് ചെയ്ത് മെഷർ എടുത്തിട്ട് എന്താക്കുക, ആവറേജ് കൊടുക്കുക. ദെൻ അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഷിഫ്റ്റ് മോഡ് എടുത്തിട്ട് ഷിഫ്റ്റ് കോളത്തിലേക്ക് ഇടാം. ഓക്കെ, അപ്പോൾ ഇവിടെ കിട്ടിയിട്ടുണ്ട് ആവറേജ് കോസ്റ്റ്. ഷിഫ്റ്റ് മോഡ് ഫസ്റ്റ് ക്ലാസ്സിന് വെണ്ടർ വ്യൂ വയ്ക്കാൻ മതി. ഫസ്റ്റ് ക്ലാസ്സിന് ഏകദേശം ആവറേജ് കോസ്റ്റ് 196ആണ്. സെയിം ഡേയിൽ എത്തുന്ന 207. സെക്കൻഡ് ക്ലാസ്സിന് 206. സ്റ്റാൻഡേർഡ് ക്ലാസ് ആണെങ്കിൽ 200 രൂപ. അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയും വരുമ്പോഴേക്കും എല്ലാവർക്കും നന്ദി.